ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർ ഏത് ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മുകളിൽ പ്രായമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പല മുഖങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഏറ്റവും സ്നേഹത്തോട് കൂടിയുള്ള ഒരു മുഖം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും ഈ ഒരു പേഴ്സണ് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണോ അത് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കി കളയാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ എടുത്ത് മുകളിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് താഴ്ത്തിടുമ്പോൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്, അതുപോലെയുള്ള ഒരു സ്വഭാവം നിങ്ങളോട് കാണിക്കാനും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒട്ടും മടി ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഒരു പല മുഖങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുൻപിൽ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഈ വ്യക്തി സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പീപ്പിൾ പ്ലീസർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറാനും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇവർ പുറമേ കാണിക്കുന്നത് ഇവരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റീസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബെസ്റ്റ് സൈഡായിരിക്കും ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ അത്രയും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ, ഒരുപാട് സ്നേഹം തരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള രീതിയിൽ തോന്നിപ്പിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പൊതുവേ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ തന്നെയാണ്. ഏറ്റവും മികച്ചതായിട്ട് നിൽക്കാനാണ് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ ഇവർ വളരെ മികച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അത് മാത്രമല്ല ഒരിക്കലും പുറകിൽ പോകാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാണ്. എപ്പോഴും മുൻപന്തിയിൽ വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ മികച്ചു നിൽക്കണം, ഒന്നാമതായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തോറ്റു തരാൻ കുറച്ച് മടിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തായിരിക്കും കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ഇവർ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലവബിളായിട്ട് കാണിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് എത്ര സ്നേഹമുണ്ടോ അതിൻ്റെ ഡബിൾ ആയിരിക്കാം നിങ്ങളോട് അവർ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവുന്നത്. അതുപോലെയുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ രണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആ ഒരു ഡബിൾ സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ക്യാരക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇപ്പം നമ്മൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു കാര്യം വിട്ട് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വിട്ട് കളഞ്ഞിട്ടുണ്ടാവുന്നത് നിങ്ങളെ ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം റിയലും ഒരെണ്ണം ഒരു ഷാഡോ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ഷാഡോ സൈഡാണ് ചൂസ് ചെയ്തത്. അതായത് ആ ഒരു പ്രലോഭനത്തിൻ്റെ പുറകിൽ പെട്ടുപോയ ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിൽ വീണു പോയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് എന്തോരോ സ്നേഹം കാണിച്ചിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കളയാൻ ഒരു നിമിഷം കൊണ്ടത് വേണ്ടാന്ന് വെക്കാനായിട്ട് വലിയ സമയമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ടെംപ്റ്റേഷൻ്റെ പുറകെ പോയിട്ടുള്ളൊരു പേഴ്സണാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി മാറി നിന്നിട്ടുണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവണതയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീനർ സൈഡ് നോക്കി പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജി തന്നെയാണ്. ഇപ്പോൾ പറയുമ്പോൾ വലിയ വർത്തമാനങ്ങൾ പറയും, അല്ലെങ്കിൽ വലിയ സ്നേഹവും താല്പര്യമൊക്കെ നിങ്ങളോട് കാണിക്കും. പക്ഷേ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ കാല് മാറിപ്പോകുന്ന ഒരു പ്രവണത. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമായിരിക്കില്ല. ഇതിനു മുൻപും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം.
എന്തെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതിരിക്കുക. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറന്നുപോയതായിട്ട് കാണിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കുന്നുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെയാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ന്യായീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എത്ര ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വശത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗിളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നോക്കിക്കാണുക എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ്. അവർ കൂടുതലും അവരെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഇൻസിഡൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന ഒരു സമയത്ത് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് ചേർത്ത് വെക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊരു ഗൗരവമായിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് യാതൊരു ആക്ഷനും എടുക്കാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ എടുത്തിരിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജിയും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ, ആ ഒരു ലോൺലിനെസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ മാറിപ്പോകുന്നൊരു അവസരത്തിലായിരിക്കാം നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത്തരത്തിൽ നിൽക്കാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു ഫീലിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അതിപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയാലും നോ കോൺടാക്റ്റ് ആയാലും ലെസ് കോൺടാക്റ്റ് ആയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു എനർജിയിലാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി അത്രയും നിങ്ങളെ ഒരു ഹൈ പ്ലേസിൽ കൊണ്ടിരുത്തിയ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തരത്തിൽ നല്ല രീതിയിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് വിസിബിളായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇത് താഴെ ഇടാൻ കഴിയാത്ത അതുകൊണ്ടാണ്. അപ്പോൾ ഞാണൽമേൽ കളിയെങ്കിൽ അത് തന്നെ ഒരു കുഴപ്പമില്ല, ഞാൻ അതിലൂടെ പൊക്കോളാം എന്നുള്ള ഒരു എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലവ് കോഡ്സിനകത്തൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 1000 കാര്യങ്ങളുണ്ട്, പക്ഷെ ചേർത്ത് പിടിക്കാനായിട്ട് ഒറ്റ റീസണേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നുള്ളത് അറിയില്ല. അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പേഴ്സൻ്റെ ക്യാരക്ടർ എത്തരത്തിലായാലും ആ ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാനോ വെറുക്കാനോ കഴിയാത്ത ആളുകളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളുടേതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷത്തിന് മുകളിലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തിന് മുകളിലായിട്ടൊക്കെ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 1 വർഷത്തിൽ താഴെയായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ്, സെപ്പറേഷൻ, ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അതിലും കൂടുതലായിട്ടുള്ള വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണോ? ചിലവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ്ലി അത് അതായത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞ് അത് തീർത്തും ഒരു ഡെത്ത് പീരീഡിന് ശേഷം മാത്രം റിന്യൂ ചെയ്യുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ചിലരുടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളും ഉണ്ട്, അതും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാര്യം? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്? നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടതാണോ, റിലീസ് ചെയ്ത് കളയേണ്ടതാണോ, എന്താണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുത്ത് തന്നെ നോക്കുക. അപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ടൊക്കെ പേഴ്സണെ കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത് നമുക്കൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണാറുണ്ട്, കമൻസിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റീഡിംഗ് എടുത്ത് നോക്കുമ്പോഴേ എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ.
അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാണ്. അറിഞ്ഞോ അറിയാതെ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരിപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൽ പോകുമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്നൊരു സമയത്ത് നിങ്ങളൊന്ന് താഴെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നതോ ഒട്ടും താല്പര്യമില്ലാത്തൊരു പേഴ്സണാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി പോലും നിങ്ങളെ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ സൈലൻസ് ആയിട്ട് പോകുന്നു, നോ കോൺടാക്റ്റിൽ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസരത്തിലും ഇവരൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവും. ചിലരാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ വ്യക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ ഒരിക്കലും നിങ്ങളെ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി വിട്ട് കളയില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു പേഴ്സൺ എനിക്ക് നിന്നെ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഒരു എനർജി പ്രകാരം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ഞാനിത് കട്ട് ഓഫ് ചെയ്യുന്നു എന്ന് ഒരിക്കലും മുഖത്ത് നോക്കി പറയാത്തൊരു പേഴ്സണാണ്. എന്ത് പ്രശ്നത്തിൻ്റെ പേരിൽ അകന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാരം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു പേഴ്സൺ ഏറ്റെടുക്കാൻ തയ്യാറാവാത്തൊരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തലയിലിടുക, അല്ലെങ്കിൽ സാഹചര്യവശാൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നുള്ളൊരു രീതിയെ ഈ ഒരു പേഴ്സൺ എടുക്കുള്ളൂ. കാരണം ഒരിക്കലും നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാൻ ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഷാഡോ സൈഡ് അല്ലെങ്കിൽ ആ ഒരു ഷാഡോ എനർജിയാണ് ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഫാമിലിയോ ആര് വേണമെങ്കിലും ആവാം. പക്ഷെ അവിടെ ആ ഒരു ഷാഡോ സൈഡ് എന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം ജെനുവിനാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരവസരം വരുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തൊരു പേഴ്സണായിട്ട് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു റിസ്ക് ആണ് നിങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ ഫ്യൂച്ചർ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ്. ഇനി യോജിപ്പുണ്ടാവുമോ, ഇനി ഉണ്ടായാലും അത് നല്ല രീതിയിൽ പോവോ എന്നൊക്കെയുള്ളൊരു രീതിയായിട്ട് പോലും നിങ്ങളത് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ തഴഞ്ഞിട്ടാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ആഴം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്താണെങ്കിലും കാണാം ആ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അവരോടുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് എന്നുള്ളത്. ഇപ്പോൾ കറൻറ്റ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ അവർക്ക് മടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജിയാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കൊരു താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഒരു ഗ്രീനർ സൈഡ് നോക്കുന്ന ഒരു പേഴ്സണാണ്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അതാണ് ബെറ്റർ, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇതാണ് ബെറ്റർ. അങ്ങനെ ഒരു ചാഞ്ചാട്ടമുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോഴവർ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ. എന്തായാലും അത് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഓൾറെഡി ഒരു നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ആയിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവരിപ്പോൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ആ ഒരു ടെംപ്റ്റേഷൻ്റെ പുറകെ പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ടെംപ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് പറയുന്നത്, മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. എന്തൊക്കെ ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നൊന്ന് കരഞ്ഞു കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വീഴും എന്നവർക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ അവരോട് അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് മുൻപ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീണ്ടും പൂർവാധികം ശക്തമായിട്ട് അവരെ സ്നേഹിച്ച് മുൻപോട്ട് പോയതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രവണത ഓൾമോസ്റ്റ് ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ എന്നുള്ള രീതിയിൽ വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ഡബിൾ മൈൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അതിനുള്ളൊരു സമയമായോ ഇല്ലയോ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കപ്സിൻ്റെ എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മാപ്പ് തരുന്ന ഒരു പേഴ്സൺ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരിക്കലും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ മറ്റാരിലേക്കെങ്കിലും പോകാനായിട്ട് ആരും താല്പര്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊസസീവ് എനർജിയും എപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്,
സ്നേഹം കാണിക്കാനായിട്ട്, സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരിപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ മടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ഓവറോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് 100% ആയിട്ട് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരികയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു കർമ്മ ഫേസ് ചെയ്തിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഒരു ലെസൺ ലേൺ ചെയ്തിട്ട് വരുന്ന ഒരു പേഴ്സണോ ഒന്നുമല്ല. ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോടൊരു സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്ടത്തിനകത്തും ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇവരുടെ ഒരു ഓവറോൾ എനർജി നമുക്ക് ആദ്യമേ പറഞ്ഞതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സ്നേഹം ഇഷ്ടം ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ വീണ്ടും ഇടപഴകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോ കോൺടാക്റ്റിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്റ്റ് എങ്കിലും വീണ്ടും വന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ ഒരു ഭയങ്കര സ്റ്റേബിളായിട്ട് വരുന്നു എന്ന് നമുക്കൊരിക്കലും ഇതിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വരാം. ചിലപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി എക്സ്പ്രസ് ചെയ്തെന്ന് വരാം. അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു കോൺടാക്ട് റീസെൻ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെയും ആ ഒരു ആവേശം ഈ ഒരു പേഴ്സൺ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. വന്നു, പക്ഷേ വന്നതുപോലെ തന്നെ പോയി. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഓൾറെഡി ചിലർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സൺ തിരിച്ചു വന്നു, പക്ഷെ വീണ്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ റിലേഷൻഷിപ്പ് വീണ്ടും മാറിപ്പോകുന്നൊരവസ്ഥ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ്, സിറ്റുവേഷനാണ്, നിങ്ങളുടെ എനർജി നമ്മൾ ആദ്യമേ തന്നെ ഓൾറെഡി പറഞ്ഞു. ആ ഒരു തരത്തിലിരിക്കുന്നത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണിൽ നിന്നൊരു കോൺടാക്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. എപ്പോഴും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നമ്മളോട് ക്ലൂസോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ഒരു എനർജി നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.